പറയും. നമസ്കാരം. ഞാൻ അതാണ് പറഞ്ഞത്, MSc മോളിക്കുലർ മെഡിസിൻ കഴിഞ്ഞു മോളുടെ. ആ ഇപ്പൊ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ ഇൻടേക്ക്. ഓക്കെ, റൈറ്റ് ഡിസിഷൻ ആണ്. കാരണം വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്തായാലും ഇന്ത്യയിൽ. നമ്മൾ റൈറ്റ് ആണോ റോങ് ആണോ തീരുമാനിക്കുന്നത് രണ്ട് ഓപ്ഷൻസ് കമ്പയർ ചെയ്യുമ്പോഴല്ലേ. അതെ അവള് താല്പര്യമുള്ളതുകൊണ്ടല്ലേ അപ്ലൈ ചെയ്തത്. അതെ അതിന് ഫെലോഷിപ്പ് ഉണ്ടോ? ചെയ്യാം. അതെ, സാധാരണ പോകുന്ന എല്ലാവരുടെയും ആഗ്രഹം PhD ക്ക് പോകണം എന്നൊക്കെയാണ്. പക്ഷെ അവരുണ്ടാക്കിയെടുക്കുന്ന കോണ്ടാക്റ്റും അവരുടെ അക്കാഡമിക് എക്സലൻസും അവർ അറ്റൻഡ് ചെയ്ത കോൺഫറൻസുകൾ അല്ലെങ്കിൽ പേപ്പറുകൾ, എക്സ്ട്രാ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് എലിജിബിലിറ്റി കിട്ടുക. അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയാണ്, എന്തായാലും നല്ല യൂണിവേഴ്സിറ്റിയാണ് ഗ്ലാസ്ഗോ. UK അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് കിട്ടണം എന്നുള്ള ചാൻസിലൊക്കെ ചിലപ്പോൾ നടക്കില്ല. അല്ല, വേറെ ഓപ്ഷൻസ് ഒന്നും ഇപ്പൊ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് അയക്കണം. മക്കള് പഠിക്കുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വേറെ ഒന്നും ജോലിയുടെ ഒന്നും ശരിയായതില്ല. അതെ, അത് ചാൻസ് കുറവാ. കാരണം ഇന്ത്യയിൽ അതിനുള്ള ചാൻസ് കുറവാണ്. അവിടെ നല്ല റിസർച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ ഒരു ഓറിയന്റേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അവളോട് കുറെ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്യാൻ പറയണം പാരലലി. ആ എക്സ്ട്രാ കോഴ്സ് ഓരോ യൂണിവേഴ്സിറ്റിയും കോണ്ടാക്റ്റും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് കുറെ കോഴ്സുകൾ ചെയ്യുമ്പോഴത്തേക്കും ക്രെഡൻഷ്യൽ കൂടും. നോക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. റൈറ്റ്.